എല്ലാവർക്കും ജോവീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 3:30 ആയപ്പോ എഴുന്നേറ്റ്. ദേഹം വേദനയൊക്കെ ആയിരുന്നു. എഴുന്നേറ്റ് പോയി കേട്ടോ. വീഡിയോസ് കുറെയൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇരുന്ന് ചെയ്തു. ഞാനിങ്ങനെ കിച്ചണിൽ വന്നതേ ഉള്ളൂ. ചോറ് അടുപ്പത്താക്കി ഒരു ചായ ഇട്ട് കുടിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ആഞ്ചലീന രാവിലെ എന്നെ ഉണർന്ന് ഒരു 5 മണി 4:30-5 ആയപ്പോ ആഞ്ചലീന എഴുന്നേറ്റ്. ചേട്ടനും എഴുന്നേറ്റ് കിടക്കുവാണ്. ഇന്ന് എല്ലാവരും പ്രസൻസ് ആറാണ് കേട്ടോ. അപ്പൊ പുള്ളിക്ക് ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാം. അപ്പൊ ജോമു ചേട്ടന് ഇന്ന് ചോറിന്റെ കൂടെ കേബേജ് തോരനാണേ, മാങ്ങാ ചമ്മന്തി, മീനും കൂടെ പൊരിക്കാം, പിന്നെ മോരേറി ഇന്നലത്തതുണ്ട്. ജോമു ചേട്ടനുള്ള കാപ്പി ആയി കേട്ടോ. അപ്പൊ ചേട്ടന് കാപ്പി കൊടുത്തു. ഇനി നമുക്ക് ക്യാബേജ് തോരനുള്ളത് റെഡി. ഞാനാണെങ്കിലേ വേറൊരു ഇതുപോലത്തെ സംഭവം വാങ്ങിയായിരുന്നു. അതിങ്ങനെ നൂല് പോലെ ഉള്ളതാണ്. അതിങ്ങനെ വലിച്ചു ചെയ്യുന്നത്. പക്ഷെ അത് കേടായി പോയി പെട്ടെന്ന് തന്നെ. ഞാൻ ഒരു വട്ടം എന്തോ ഉപയോഗിച്ചപ്പോൾ അതിനെന്തോ ഒരു ഡാമേജ് പറ്റി. അതാണ് ഞാൻ ഇത്തവണ ഇത് സെലക്ട് ചെയ്തത്. ഇന്ന് കുത്തരി വെച്ചതുകൊണ്ട് കുക്കറിലാണ് വെച്ചത്. മറ്റേ വെള്ളരി ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാം. എനിക്ക് വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിലിട്ടാണ് വെക്കുന്നത്. ഞാൻ സാധാരണ തോരനൊന്നും എണ്ണയോ കടുകോ ഒന്നും പറക്കാത്തതാണ്. പക്ഷെ ഇത് കാബേജ് തോരനായതുകൊണ്ട് കുറച്ച് എണ്ണയും ഇതൊന്നും കടുകൊന്നും വറുത്തില്ലെങ്കിൽ വഹയ്ക്ക് കൊള്ളത്തില്ല. ഞാനുണ്ടല്ലോ ഈ പത്തല് മുളവിന്റെ ഈ അകത്തുള്ള സാധനം എല്ലാം എടുത്ത് മാറ്റുവാണ്. ഇതിൽ ഏഞ്ചലിന് പിന്നെ എരി ഭയങ്കരമായി പോകും. കറിവേപ്പില ഇവിടെ ഇല്ല കേട്ടോ. കറിവേപ്പില ഡൽഹിയിലൊക്കെ കിട്ടാനൊക്കെ പാടാ. ഇത് ഹൈ ഫ്ലെയിമിലിട്ടേ ഞാനൊന്ന് മിക്സ് ചെയ്യും. ഇതിന്റെ പച്ചമണം ഒന്ന് മാറാം. നമുക്ക് എപ്പോഴേക്കും ജോമു ചേട്ടനും ഏഞ്ചലും എണ്ണ എടുക്കുന്നൊന്ന് നോക്കാം കേട്ടോ. അവിടെ ഭയങ്കര എഴുത്തും പരിപാടിയൊക്കെയാണ് ഏഞ്ചൽ. ആഞ്ചി പെപ്പാപ്പിക്കാണോ? നോക്കട്ടെ. പെപ്പാപ്പിക്ക്. ഗുഡ് ഗുഡ്. ആഞ്ചി ആ ബാംഗിൾ കാണിച്ചേ. ഷോ ദ ബാംഗിൾ. Wow! Yeah. Good. No. Tail ഇല്ലേ? ജോ എന്നാ പരിപാടി? പൊട്ടിപ്പോയാ? No. You come on. And mommy, this is super. Yeah, it's super, baby. Keep it up, okay? ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ. എന്തോരം രാവിലെ വലിയ പരിപാടിയിലൊക്കെ. അപ്പൊ എന്റെ കാബേജ് കരിഞ്ഞു പോവാതിരുന്ന കാര്യമായി. എനിക്ക് അടച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ അടപ്പിൽ കാണുന്ന ഈ അടയാളങ്ങൾ കണ്ടോ? എന്ന് പറയുന്നത് നമ്മൾ പാത്രം കഴുകാതെ വെക്കുന്നതല്ല. ഇവിടത്തെ വെള്ളത്തിലുള്ള എന്തോ ഒരു സോൾട്ടോ എന്തോ സംതിങ് ആണ് ഈ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആന്റണീനെ മുടി വെട്ടാറായി. കണ്ണ് വരെ ഇവിടെ വരെ മറയുവാണ്. ഇനിയിപ്പോ സമ്മർ ആവുകയാണല്ലോ. സമ്മർ ആയാലും ഇപ്പൊ അവളെ കൊണ്ടുപോയി മുട്ട അടിപ്പിക്കും നമ്മളിവിടെ. ഇനി നമുക്ക് മാങ്ങാ ചമ്മന്തി വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഇത് കണ്ടോ, മാങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മാങ്ങ ഉണ്ടല്ലോ പഴുത്തതാണ് കേട്ടോ. ഇനിയിപ്പോ ഉള്ളത് കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെ എടുക്കും. Mommy, yes baby, I saw this piece and I could take other piece. Oh, wait your please, Mom. Oh, yes, baby. Mama, please. What please? മാംഗോ വേണോ? ആഞ്ചലീനയ്ക്ക് മാംഗോ വേണം കേട്ടോ. അതിനുള്ള പാട്ടാണ് ആഞ്ചലീന ഇപ്പൊ പാടിയത്. ആഞ്ചലീന നിന്ന നിപ്പിന് നിമിഷങ്ങൾ കൊണ്ട് ആഞ്ചലീന പാട്ടൊപ്പിക്കും. അതായത് ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും അവളിപ്പോ കണ്ട കാർട്ടൂണിന്റെ. അപ്പൊ ഇപ്പൊ അവൾക്കൊരു ഐസ്ക്രീം വേണോന്ന് വെച്ചോ. അപ്പൊ അവള് ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും പാടുന്നത്. ഐസ്ക്രീം മാമി, ഐസ്ക്രീം മാമി, ഐസ്ക്രീം മാമി. 2 ഐസ്ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ അത് തീർത്തനെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കാബേജ് തോരൻ വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ അത് മിഴുക്ക് പുരട്ടിയാക്കി. കാരണം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ,
2 തേങ്ങയുടെ സാധനം വേണ്ട. ആഞ്ജലീന ഭയങ്കര പാട്ടൊക്കെ രാവിലെ. ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ആഞ്ജലീനക്ക് ഇഷ്ടമുള്ള കാര്യം അറിയുന്നത്. അതെ അതെ. അല്ല, മെഴുക്ക് പുരട്ടി. പ്ലാൻ മാറ്റി തോരനാക്കുവാണ്. ജോമോൻ ചേട്ടന് തോരൻ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ മാങ്ങാ ചമ്മന്തി, പ്രിയ സുഹൃത്തുക്കളെ, ജോമോൻ ചേട്ടൻ ഒരു ഫിംഗർ വരച്ചു കൊടുത്തു ആഞ്ജലീനക്ക്. അപ്പൊ ആഞ്ജലീന പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ ഫിംഗർ. ആഞ്ജലീന വെയിറ്റാണ് കേട്ടോ. ഇവിടെ എന്റെ അടുക്കള എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, നിങ്ങളെ ഒന്നും കാണിക്കാനൊന്നുമില്ല. ദേ ഈ നിൽക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, മുംബൈ ഡൽഹിയിലൊക്കെ. അപ്പൊ ഞാൻ തോരന് തേങ്ങ ഇട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇളക്കാം. അല്ലെങ്കിൽ ഈ ഇരുമ്പച്ചട്ടി വെക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ് നമ്മുടെ കറികളൊക്കെ കാണാൻ. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനുണ്ടല്ലോ ഇവിടെ നമുക്ക് സാറ്റർഡേ മാർക്കറ്റിൽ എല്ലാ പ്രാവശ്യവും കിട്ടും. നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങുന്നത്. 10 രൂപ 20 രൂപയ്ക്കൊക്കെ വാങ്ങും. പക്ഷെ ചില ആഴ്ചകളിൽ നമ്മൾ സാറ്റർഡേ മാർക്കറ്റിൽ പോകത്തില്ലല്ലോ. അതാണ് കറിവേപ്പില ഇല്ലാതിരിക്കണം. ഒരു കാര്യം മറന്നേ പോയി, മീനിന്റെ കാര്യം. മീൻ പൊരിക്കുന്നത് വളരെ വലിയ ഒരു പണിയാണ്. കാരണം ജോമോ ചേട്ടന് മീനിന്റെ അകം വെന്തില്ലെങ്കിൽ കഴിക്കൂല. വെന്തില്ലെന്ന് ഞാൻ സാധാരണ ഫ്രൈ അല്ല, ചേട്ടന് കുറച്ച് ഡീപ്പായിട്ട് ഫ്രൈ ആവണം. അപ്പൊ ഞാനിങ്ങനെ പത്തിലയായിട്ട് വെട്ടും ഫിഷ്. അപ്പോഴേ ഇനി നമുക്ക് ചോറ് പൊതിയാമേ. ഇന്ന് ഒരാൾക്ക് ചോറ് മതി. ഇപ്പൊ അത്രയ്ക്കുള്ളത് എടുക്കുന്നു. മാങ്ങാ ചമ്മന്തി ഇളമ്പ. മാങ്ങാ ചമ്മന്തി ജോമോൻ ചേട്ടന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പ്രിയ സുഹൃത്തുക്കളെ, കേബേജ് തോരനില് തേങ്ങ ഇട്ടതിന്റെ സന്തോഷമാണ് ചേട്ടനാ കാണിച്ചത്. മോരേറിയാണ് ഇത്. ഞാൻ പിന്നെ കുപ്പിയിലെടുത്ത്. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ അച്ഛനും മോളും ഭയങ്കര അടിയാണ്. നമുക്കപ്പൊ ഇവിടെ ശകലം നാരങ്ങാച്ചാർ വയ്ക്കാം. നാരങ്ങയൊക്കെ തീർന്നു പോയി. ഒരു ചെറിയ കഷ്ണം ഉണ്ട് കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ആഞ്ജീനയുടെ നമ്മള് സ്റ്റിങ്സ് എന്ന് പറഞ്ഞ ആഞ്ജനയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ആഞ്ജി, did you brush your teeth? No. Your mouth stinks. Auntie, go and brush your teeth. Go. Why? ഇതിനൊക്കെ നാണക്കേടായി ഓടിപ്പോയി ബ്രഷ് ഒക്കെ എടുത്ത് പല്ല് തേക്കുന്നുണ്ട്. Where are you going? What? You stinks. Your mouth stinks. You clean up. You brush your teeth. സുഹൃത്തുക്കളെ, ഇനി ആഞ്ജനീനെ നമ്മൾ വല്ലതും പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ നമുക്ക് ഇനി മീൻ പൊരിച്ചത് വെക്കാം കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ആഞ്ജലീന ഇത്രയും നേരം ഇവിടെ മേളമായിരുന്നു. അതായത് ഞാനും ചേട്ടനും കൂടെ ബ്രഷ് ചെയ്യണം. ഇതാണ് ആഞ്ജലീന ബ്രഷ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ ചേട്ടൻ പൊതിയുവാണ്, ഞാൻ പൊതിഞ്ഞാൽ ശരിയാവൂല. What are you doing, ആഞ്ജി? ഇതെന്നാ നിന്റെ മുഖത്തെല്ലാം പേസ്റ്റ് ആണല്ലോ. നീ ഓൾറെഡി ബ്രഷ് ചെയ്തതല്ലേ? ഡാഡി ബ്രഷ് ചെയ്യണോ? ഡാഡി ഓൾറെഡി ബ്രഷ് ചെയ്ത്. ഓ, ബ്രഷിനെ പേടിപ്പിക്കുക. ഞാൻ ബ്രഷ് ചെയ്താ. എയർപ്ലെയിനോ? ആ, എയറോപ്ലെയിൻ. ഓക്കെ ഓക്കെ. ആ, എയറോപ്ലെയിനായിട്ട് പോയി വായിലോട്ട് വെക്കാനാണ് കേട്ടോ. Yes. Johnny. Yes, Papa. No, Papa. Eating brush oh? Oi. It's stinky. You stinks. I'm going. It's a disgusting. I'm going. Your teeth disgusting. Ah. Dada. Stop. No.
ജോമോൻ ചേട്ടന് കിട്ടാനുള്ളതൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ചേട്ടനെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പി അതിലെല്ലാം തോന്നുന്നുണ്ട്. ഓക്കെ ബൈ ബൈ പറയാം ഡാഡിക്ക്. ഓക്കെ. നോ ഐ ഡോണ്ട് വോണ്ട് ടു ബ്രഷ്. സുഹൃത്തുക്കളെ ഇനി എന്നെയാണ്. ശരി അങ്ങനെ ചേട്ടൻ പോയി കേട്ടോ.